السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. ശുദ്ധമാക്കപ്പെട്ട നോമ്പ് എന്നുള്ള ഇബാദത്ത് അത് നമ്മെ സർവ്വ തെറ്റുകുറ്റങ്ങളിൽ നിന്നും തടയുന്ന ഒന്നാണ്. ഒരു യുദ്ധം ചെയ്യുന്നൊരു വ്യക്തി അദ്ദേഹത്തെ ശത്രു വെട്ടാൻ വേണ്ടി വരുമ്പോൾ ആ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്ന ഒന്നാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പരിച. ഇതുകൊണ്ട് അദ്ദേഹം ശത്രുവിനെ വെട്ടിൽ നിന്നും രക്ഷപ്പെടുമെങ്കിൽ ഇതുപോലെയാണ് നോമ്പ് എന്നുള്ള ഇബാദത്ത്. അത് വിശുദ്ധ ഇസ്ലാം നമ്മോട് കൽപ്പിച്ചതനുസരിച്ച് ഒരാൾ നോമ്പ് അനുഷ്ഠിക്കുന്നുവെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ ആ നോമ്പ് കാരണം നരകത്തിൽ നിന്നും അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധ്യമാകും. നരകത്തെ തൊട്ട് ആ നോമ്പ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി കാണാൻ കഴിയും. മഹാനായ ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അബ്ദുൽ അസീസ് സഖഫി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അസ്സിയാമു ജുന്നത്തുൻ കജുന്നത്തി അഹദിക്കും മിനൽ ഖിത്താൽ. നോമ്പ് എന്നുള്ളത് അതൊരു പരിചയാണ്, നിങ്ങളെ തടയുന്ന, നിങ്ങൾ തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ തടഞ്ഞു വെക്കുന്ന ഒരു പരിചയമാണ്. ഏതുപോലെ യുദ്ധത്തിൽ നിങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന, ശത്രുക്കളിൽ നിന്നും അവൻ്റെ വെട്ടിൽ നിന്ന് മറ്റുമൊക്കെ നിങ്ങൾ രക്ഷപ്പെടുത്തുന്ന പരിചയ, നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത് പോലെ നോമ്പ് എന്നുള്ള ഇബാദത്ത് അത് നിങ്ങളെ തീർച്ചയായും നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന ഒന്നാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം നോമ്പുകാരനായി കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം ഒരിക്കലും ഒരു ഹറാമായ കാര്യം കാണാൻ പാടില്ല. അത് കാണലോടുകൂടെ നോമ്പിൻ്റെ ഫലം നഷ്ടപ്പെട്ടു പോകും. ഹറാം സംസാരിച്ചാൽ നോമ്പിൻ്റെ പ്രതിഫലം അദ്ദേഹത്തിന് ഇല്ലാതെയാകപ്പെടും. അതുപോലെ തന്നെ ഹറാമായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയോ ചിന്തിക്കുകയോ ചെയ്താൽ പോലും നോമ്പിൻ്റെ യഥാർത്ഥ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. ആ രൂപത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ നോമ്പ് അനുഷ്ഠിക്കുന്നുവെങ്കിൽ അദ്ദേഹം ഒരു തെറ്റിലേക്കും ഒരു കുറ്റത്തിലേക്കും പോകുന്നില്ല. കാരണം അത്തരം തെറ്റുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗം സംഭവിക്കാനിരിക്കുമ്പോൾ അദ്ദേഹം ചിന്തിച്ചു പോകും, ഞാൻ നോമ്പുകാരനാണല്ലോ, എനിക്കെന്ത് നോമ്പിൻ്റെ പ്രതിഫലം ഈ കാര്യങ്ങൾ ചെയ്യുക വഴി അല്ലെങ്കിൽ ഇത് പറയുക വഴി പ്രവർത്തിക്കുക വഴി എനിക്ക് നഷ്ടപ്പെട്ടു പോകുമല്ലോ. അതുകൊണ്ട് നോമ്പുകാരനായതുകൊണ്ട് തന്നെ ഞാനത് ചെയ്തുകൂടാ, ഇത് പറഞ്ഞുകൂടാ, ഇത് കണ്ടുകൂടാ, ഇതിലേക്ക് ഞാൻ പോയിക്കൂടാ എന്ന നിലക്ക് അദ്ദേഹം എല്ലാ ഹറാമായ വിഷയങ്ങളിൽ നിന്നും, എത്രത്തോളം അള്ളാഹു തആല ഒരുപക്ഷെ ഹലാലാക്കിയ വിഷയങ്ങൾ തന്നെ ആണെങ്കിലും റബ്ബിൻ്റെ പൊരുത്തം ആഗ്രഹിക്കുന്ന ഒരാൾ നോമ്പിൻ്റെ ഫലം ഒരിക്കലും അല്പം പോലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തി അള്ളാഹു പൊരുത്തപ്പെടാത്ത സർവ്വകാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കും. അതുവഴി അദ്ദേഹത്തിന് നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും. ഇനി നോമ്പുകാരനായ ഒരു വ്യക്തി ഒരാൾ ചീത്ത പറയുകയോ ആക്രമിക്കുകയോ ചെയ്താൽ പോലും അദ്ദേഹം തിരിച്ചങ്ങോട്ട് ആക്രമിക്കാനോ തിരിച്ചതേ ഭാഷയിൽ ചീത്ത പറയാനോ നോമ്പുകാരൻ പാടില്ല. അവൻ ചെയ്യേണ്ടതെന്താ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾ ആരെങ്കിലും നോമ്പനുഷ്ഠിച്ച നിലക്ക് നിങ്ങൾ ആക്രമിക്കുകയോ ചീത്ത പറയുകയോ ഒക്കെ ചെയ്താൽ ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും മാറി നിൽക്കുക. അവൻ തിരിച്ചാക്രമിക്കാനോ അദ്ദേഹത്തെ ചീത്ത വിളിക്കാനോ ഒന്നും പാടില്ല എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതായ ഹദീസുകൾ കാണാൻ കഴിയും. അപ്പോൾ നോമ്പുകാരൻ എന്നുള്ള ആ ഇബാദത്ത് നിർവഹിക്കുന്നവൻ അവൻ എല്ലാ അർത്ഥത്തിലും സംശുദ്ധമായ ഹൃദയത്തിൻ്റെ സൽക്കർമ്മങ്ങളിലൂടെ കടന്നു പോകേണ്ടവനാണ്. ഒരിക്കലും അയാളുടെ ഭാഗത്തുനിന്ന് ദുഷിച്ച ഒരു വാക്കോ പ്രവർത്തനമോ ഒന്നും ഉണ്ടായിക്കൂടാ. ആ രൂപത്തിൽ നോമ്പ് അനുഷ്ഠിക്കുമ്പോഴാണ് യഥാർത്ഥ നോമ്പുകാരനായി മാറുന്നത്. അത് കാരണം നോമ്പുകാരനെ നരകത്തെ തൊട്ട് അല്ലാഹു തആല തടഞ്ഞു വെക്കുന്നൊരു പരിചയമായി നോമ്പ് മാറുമെന്ന് ഇത്തരം ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റഹ്മുർ-റഹീമായ റബ്ബ് അവൻ സ്വീകരിക്കുന്ന രൂപത്തിൽ നാളെ ആഖിറത്തിൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിൽ നോമ്പ് അനുഷ്ഠിക്കാനുള്ള തൗഫീഖ് നമുക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. അനുഷ്ഠിക്കുന്ന നോമ്പ് മറ്റെല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.